അപ്പോൾ ILR 10 വർഷമായിട്ട് വർദ്ധിക്കുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ ഒരുപാട് മാറ്റങ്ങളോടെയാണ് ഇത്തവണ ഗവൺമെൻറ് ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പർ പുറത്തിറക്കിയിരിക്കുന്നത്. 82 പേജിലാണ് കേട്ടോ ഇതിലുള്ളത്. മലയാളികൾ ഇംഗ്ലണ്ടിൽ ഇപ്പോൾ താമസിക്കുന്ന മലയാളികൾ, അതേപോലെ UK ഇംഗ്ലണ്ടിലോട്ടൊക്കെ വരാൻ വേണ്ടി ആഗ്രഹിക്കുന്ന മലയാളികൾ, നഴ്സുമാർ, കെയർ വിസയുള്ള ആൾക്കാർ, സ്റ്റുഡൻറ്റ് വിസയിൽ ഇപ്പോൾ സെപ്റ്റംബർ ഇൻടേക്കിൽ വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ, അപ്പോൾ ഇവർക്കൊക്കെ ഭയക്കേണ്ടതുണ്ടോ? ആദ്യമേ പറയട്ടെ, വൈറ്റ് പേപ്പർ എന്ന് പറയുന്നത് ഗവൺമെൻറ് ഒരു നയപ്രഖ്യാപനം മാത്രമാണ്, ഒരിക്കലും നിയമമല്ല. ഇപ്പോൾ നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ ഗവൺമെൻറ് ധവളപത്രം പുറത്തിറക്കി എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതേപോലെ ഇത് ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പർ എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ ഒരു നയപ്രഖ്യാപനം മാത്രമാണ്. അതൊരിക്കലും നിയമമായിട്ട് മാറിയിട്ടില്ല. അത് നേരെ ഗവൺമെൻറ് പാർലമെൻറ്റ് ഡിസ്കസ് ചെയ്ത ശേഷം മാത്രമാണ് നിയമമാവുകയുള്ളൂ. അപ്പോൾ അതിന് മുൻപുള്ള ഒരു ഗവൺമെൻറ് ഒരു പ്രഖ്യാപനം മാത്രമാണ് ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്തിനെ ആയാലും ILR 10 വർഷമാവും, അത് PSW പീരീഡ് 18 മാസമായിട്ട് വെട്ടിക്കുറയ്ക്കും. അതായത് 2 വർഷം എന്നുള്ള 1.5 വർഷമായിട്ട് വെട്ടിക്കുറയ്ക്കും. അതുപോലെ കെയർ വിസ നിർത്തലാക്കും തുടങ്ങിയ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പം ഇതൊക്കെ നിയമമായിട്ടില്ല, നിയമനിർമ്മാണത്തിന് വേണ്ടിയിട്ടുള്ള ഔദ്യോഗിക നയപ്രഖ്യാപനമാണ്.